എന്നാൽ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു കോസുകൾ സംരക്ഷിക്കണം, ഹിന്ദു പക്ഷേ കോസ് മതേതരമാണ്. മതസൗഹാർദ്ദമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മതേതരത്വത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. ഞാൻ സെക്കുലർ അല്ല, ഞാൻ പ്ലൂറലിസ്റ്റിക് ആണ്. ഞാൻ മതേതരനല്ല, മതസൗഹാർദ്ദവാദിയാണ്. ആലങ്കാരികമായി ഞാൻ പറയാറുണ്ട്, ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അവർണരോട് താല്പര്യം ഒരു താല്പര്യക്കുറവുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ അവർണ സമുദായങ്ങളുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ മതേതര സ്പേസിൽ നിന്നല്ല. ഞാൻ പലപ്പോഴും നമ്മുടെ ദളിത് ചിന്തകരോട് നിൽക്കുമ്പം തുറന്നു തന്നെ പറയാറുണ്ട്, ചരിത്രത്തിൽ എൻ്റെ പൂർവികർ നിങ്ങളോട് തെറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ക്ഷമിക്കണം. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ വിവേകാനന്ദൻ നിനക്കൊക്കെ ഭ്രാന്താണ് എന്ന് ഈ നാട്ടിൽ വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പൂർവികർക്ക്, പ്രത്യേകിച്ച് എൻ്റെ പൂർവികർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഓണപ്പ് ചെയ്യണമെങ്കിൽ ആ ഐഡൻറ്റിറ്റി എടുത്തല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ 100% ആ ബ്രാഹ്മണ സ്പേസിൽ നിൽക്കുന്നതിൻ്റെ, ഹിന്ദു സ്പേസിൽ നിൽക്കുന്നതിൻ്റെ കാരണം ഹിന്ദു സ്പേസിൽ നിന്നാലേ ഹിന്ദു മുസ്ലിം ഐക്യം എന്ന ആംഗിൾ നമുക്ക് എടുക്കാൻ പറ്റൂ, മതേതര സ്പേസിലല്ല. അങ്ങേക്ക് കൗതുകം തോന്നുന്നൊരു കാര്യം കൂടെ പറയാം, ക്രോസ് ചെക്കും കൂടെ ചെയ്യണം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഗാന്ധിജിയെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോയി കാണുന്നുണ്ട്. ജ്യോതി ബസുവും PC ജോഷി അടക്കമുള്ള ആൾക്കാരുണ്ട്. അതൊരു വളരെ ഉച്ചയ്ക്ക് 2 മണിക്കോ 1 മണിക്കോ എന്തോ ആണ്. ഗാന്ധിജിയുടെ ലൈഫിൽ റെക്കോർഡഡ് ആണല്ലോ. ഗാന്ധിജി അവരോട് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ സോഷ്യലിസ്റ്റാണ്, പക്ഷേ നമ്മൾ രണ്ടും ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിക്കണം. മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്നല്ല, ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിക്കണം, കമ്മ്യൂണൽ ഹാർമണി ഉയർത്തിപ്പിടിക്കണം.